ശ്രീ ഡോക്ടർ രാജീവ് സാർ, ഈ ബഹിരാകാശ ദിനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 1960കളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അന്ന് അന്തരീക്ഷ പഠനത്തിനായുള്ള സൗണ്ടിംഗ് റോക്കറ്റുകളിൽ നിന്നാണല്ലോ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ തുടക്കം. പിന്നീട് അതിൽ നിന്ന് വിവിധ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ, ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പല ദൗത്യങ്ങൾ ഉൾപ്പെടെ പല നിർണായകമായ പദ്ധതികളും വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചു. ഭാരതത്തിൻ്റെ അഭിമാനകരമായ ഒരുപാട് പദ്ധതികളുണ്ടായി. അപ്പോൾ അതിലേക്കൊരു തിരിഞ്ഞുനോട്ടം തന്നെ ആകാം എന്ന് കരുതുന്നു. താങ്കൾ ഇന്ത്യയുടെ ഈ ISROയുടെ ഇതുവരെയുള്ള ഈ പ്രയാണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1963 വർഷത്തിലാണ് ആദ്യമായി നമ്മളൊരു സൗണ്ടിംഗ് റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ആ വിക്ഷേപണം നടത്തിയത്. തുമ്പ സെലക്ട് ചെയ്യാനുള്ള കാരണം, തുമ്പയ്ക്ക് എർത്തിൻ്റെ മാഗ്നറ്റിക് ഇക്വേറ്ററുമായിട്ട് അലൈൻഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തുമ്പ. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം സെലക്ട് ചെയ്തത്. നിക്കെ അപ്പാച്ച് എന്ന് പറയുന്ന റോക്കറ്റാണ് അവിടെ നിന്ന് നമ്മൾ വിക്ഷേപിച്ചത്. ഈ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം ഇതൊരു വളരെയധികം കൊളാബറേറ്റീവായിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു. കാരണം ഈ റോക്കറ്റ് നിർമ്മിച്ചത് അമേരിക്കയിലാണ്. ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന പേലോഡ് നിർമ്മിച്ചത് ഫ്രാൻസിലാണ്. ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണ സമയത്തുള്ള റേഞ്ച് സേഫ്റ്റി ആസ്പെക്ട്സ് കവർ ചെയ്തത് USSR ആണ്, അന്നത്തെ റഷ്യ. അപ്പോൾ ഇന്ത്യൻ എഞ്ചിനീയേഴ്സാണ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷനും ലോഞ്ചും ബാക്കിയുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് തന്നെ വളരെയധികം ഇൻ്റർനാഷണൽ സപ്പോർട്ടും കൊളാബറേഷനോടും കൂടി ഒരു ലോഞ്ചാണ് നമ്മൾ അന്ന് ചെയ്തത്. അതിനുശേഷം ഇന്ത്യ സ്വന്തമായിട്ടുള്ള രീതിയിൽ റോക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ആര്യഭട്ട സാറ്റലൈറ്റ് നമ്മൾ റഷ്യൻ വിക്ഷേപണിയിൽ നമ്മൾ വിക്ഷേപിക്കുകയും അത് വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തുകയും ചെയ്തു. അതിനുശേഷം സ്വന്തമായിട്ടൊരു റോക്കറ്റ് നിർമ്മിച്ചു, SLV-3. ആ റോക്കറ്റിൽ നമ്മൾ തന്നെ നിർമ്മിച്ച രോഹിണി സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുകയും അത് വിജയകരമായിട്ട് ഭ്രമണപഥത്തിലെത്തുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ തുടക്കം. അതിനുശേഷം SLV-3യെ നമ്മൾ ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ASLV എന്ന ക്ലാസ് ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ടാക്കി. അതിന് കുറച്ചുകൂടി പേലോഡ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു SLV-3യെക്കാട്ടിൽ. അതിനുശേഷം നമ്മൾ കൂടുതൽ ഹെവി ലിഫ്റ്റ് ലോഞ്ചേഴ്സിലോട്ട് നമ്മൾ ശ്രദ്ധ തിരിച്ചു. 1980-90കളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇസ്രോ ഫോക്കസ് ചെയ്തിരുന്നത് സാറ്റലൈറ്റ് ബിൽഡിങ്ങിലും അതേസമയം തന്നെ റോക്കറ്റ് നിർമ്മാണത്തിലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ PSLV റോക്കറ്റ് ഡെവലപ്പ് ചെയ്യുകയും PSLV പലതരത്തിലുള്ള ഓർബിറ്റുകളിലേക്ക് നമ്മൾ വിക്ഷേപിക്കുകയും ചെയ്തു. ആ PSLVയുടെ ആദ്യകാലത്തെ വിക്ഷേപണങ്ങളിൽ കൂടുതലും നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളെ പോളാർ ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുകയാണ്. അതുകൊണ്ടാണ് PSLV എന്നുള്ള പേര് വന്നത്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിനേക്കാൾ പേലോഡ് കേപ്പബിലിറ്റി ഉള്ള, ഇപ്പോഴത്തെ ക്രയോജനിക് ടെക്നോളജി നമുക്ക് സ്വായത്തമായി, അതിനേക്കാൾ പേലോഡ് കേപ്പബിലിറ്റി ഉള്ള GSLV നമ്മൾ ഡെവലപ്പ് ചെയ്തു. GSLV Mark III ഡെവലപ്പ് ചെയ്തു. ഇത്തരത്തിലുള്ള ഹെവി ലിഫ്റ്റ് ലോഞ്ചസ് നമ്മുടെ കയ്യിൽ കിട്ടിയതോടുകൂടി നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഓർബിറ്റിലേക്ക് വിക്ഷേപണങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ. ഈ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ തുടങ്ങിയ വിക്ഷേപണങ്ങൾ നടത്തി. അപ്പോൾ ചന്ദ്രയാൻ, ഇതിൽ നമ്മുടെ ഓരോ വിക്ഷേപണങ്ങളും നമ്മൾ എടുത്താൽ എല്ലാ വിക്ഷേപണങ്ങളിലും എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഉദാഹരണമായിട്ട് ചന്ദ്രയാൻ 1 നമ്മളൊരു പ്രോബിനെ മൂണിൻ്റെ സർഫസിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇതാണ് ചന്ദ്രോപരിതലത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യം കണ്ടുപിടിച്ചത്. ചന്ദ്രയാൻ 2 ഒരു ഓർബിറ്ററും ഉണ്ടായിരുന്നു, ഒരു ലാൻഡറും ഉണ്ടായിരുന്നു. ഓർബിറ്റർ വളരെ കാര്യക്ഷമമായി മൂണിന് ചുറ്റുമുള്ള ഒരു ഓർബിറ്റിലേക്ക് പോയി. പക്ഷേ ലാൻഡർ സക്സസ്ഫുള്ളായിട്ട് ലാൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. എങ്കിലും ആ ഓർബിറ്ററിനകത്തു നിന്നുള്ള പിക്ചേഴ്സാണ് നമുക്ക് ചന്ദ്രയാൻ 3 വിജയകരമാക്കാൻ നമ്മളെ സഹായിച്ചത്. അപ്പോൾ ചന്ദ്രയാൻ 2ൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. അപ്പോൾ ചന്ദ്രയാൻ 3 ആദ്യമായിട്ട് മൂണിൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന രാജ്യം എന്നുള്ള ബഹുമതി ഇന്ത്യക്ക് നേടിക്കൊടുത്തു. ഇതുകൂടാതെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള സൾഫറിൻ്റെ അംശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും സൾഫറിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കുകയും ചെയ്തു. അതും ലോകത്താദ്യമായിട്ട് ചെയ്തത് ഇന്ത്യയാണ്. ഇതുപോലെ നമ്മൾ മംഗൾയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചൊവ്വയിലേക്ക് അയച്ച പേടകമാണത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ, അതായത് ആദ്യ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഈ മിഷൻ സക്സസ് ആക്കിയ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ബാക്കി എല്ലാവരും ഒരു പരാജയമെങ്കിലും കഴിഞ്ഞ ശേഷമേ അവർക്ക് വിക്ഷേപണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ആദിത്യ മിഷൻ നമ്മൾ നോക്കിയാലും വളരെയധികം പ്രത്യേകതയുള്ള ഒരു മിഷനാണ്. സൂര്യൻ്റെലേക്കുള്ള പര്യവേക്ഷണത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാ സാറ്റലൈറ്റ്സും ഒരു ഓർബിറ്റ് നടക്കണമെങ്കിൽ നമ്മൾ ഒരു സെൻട്രൽ ബോഡി വേണം. ഒരു എർത്തിനോ അല്ലെങ്കിൽ മൂണിനോ ചുറ്റുമാണ് നമ്മൾ സാധാരണ ഒരു സാറ്റലൈറ്റ് ചുറ്റിക്കറങ്ങുക. പക്ഷേ ഇവിടെ എർത്തിനും സണ്ണിനും ഇടയ്ക്കുള്ള
ഒരു സാങ്കല്പിക പോയിന്റ് L1 എന്നൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ നമ്മളൊരു വസ്തു വെച്ചാൽ അത് കറക്റ്റ് വെലോസിറ്റി കൊടുത്താൽ ആ വസ്തു അവിടെ നനങ്ങാതെ നിൽക്കും, അതവിടെ മൂവ് ചെയ്യില്ല. ഈ പോയിന്റിനാണ് L1 എന്ന് പറയുന്നത്. അത് ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂണിൻ്റെ ആകർഷണ ബലവും എർത്തിൻ്റെ ആകർഷണ ബലവും ഈ ബോഡിയുടെ അപകേന്ദ്ര ബലവും പരസ്പരം ബാലൻസ് ചെയ്ത് ഈ വസ്തു അവിടെ നിൽക്കും. ആ ഇമാജിനറി പോയിന്റിന് ചുറ്റുമാണ് നമ്മുടെ L1 കറങ്ങുന്നതായി നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത് സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്, പക്ഷേ നമുക്ക് അവിടെ കറങ്ങുന്നതായി തോന്നും. അപ്പം നമുക്ക് ഭൂമിയിൽ നിന്ന് എർത്ത് ഒബ്സർവേഷൻ സൺ ഒബ്സർവേഷൻ നടത്താൻ ഏറ്റവും പറ്റിയ ഒരു സാറ്റലൈറ്റ് ആണത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുരോഗതി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 40 കിലോഗ്രാം പേലോഡായിരുന്നു നമ്മുടെ ആദ്യത്തെ SLV-3 ഉണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് 10 ടൺ പേലോഡിനെ ഒരു ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ കപ്പാസിറ്റിയുള്ള LVM-3 എന്ന മിഷൻ നമുക്കുണ്ട്. ഇതിൽ നിന്ന് നമ്മളിനി അടുത്തതായി ഗഗൻയാൻ തുടങ്ങിയ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക തുടങ്ങിയ വലിയ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സോ ഈ പുരോഗതി ആയിരക്കണക്കിന് ആളുകളുടെ തലമുറകളായിട്ടുള്ള കഠിനാധ്വാനവും ഡെഡിക്കേഷനും അവരുടെ കമ്മിറ്റ്മെൻറ്റും കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഞാൻ ഇസ്രോയിലുള്ള എല്ലാ ആളുകളെയും ഇതിൻ്റെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സിനോടും എല്ലാവരോടും നന്ദി പറയാനും ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ. ശരി.